അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ബാബയുടെ സമീപം എത്തിച്ചേർന്നപ്പോൾ ബാബ ചോദിച്ചു, കുട്ടി, ലോകത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അതിലും വിശേഷിച്ച് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, ലോകത്തിൻ്റെ സമാചാരം, ലോകത്തിൻ്റെ വിശേഷങ്ങളും അങ്ങേക്ക് തന്നെ അറിയാവുന്നതാണ്. കാരണം അങ്ങ് മുകളിൽ ഇരുന്നു കൊണ്ട് എല്ലാ ദൃശ്യവും കാണുന്നു. നമ്മളാണെങ്കിൽ താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ബാബ ഒരു സെക്കൻഡ് പുഞ്ചിരിക്കുവാൻ തുടങ്ങി. പിന്നെ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇന്ന് ബാബയുടെ വീട്ടിൽ സമർപ്പിതരായ സഹോദരന്മാർ വന്നിരിക്കുകയാണ്. സഹോദരിമാരുടെ ഭട്ടിയും ഇന്നലെ മുതൽ ആരംഭിച്ചു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ബാബ തൻ്റെ കുട്ടികളെ ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. സമയം എങ്ങനെയുള്ളതാണോ, ദിവസം എങ്ങനെയുള്ളതാണോ, അതനുസരിച്ച് കുട്ടികൾ തങ്ങളുടെ സ്ഥിതി ഉണ്ടാക്കണം. ഏതുപോലെ ലോകത്തിൽ സമയമനുസരിച്ച് ചില ദിവസങ്ങളിൽ ഉത്സവം ആഘോഷിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുന്നു, സമയം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലും ഇപ്പോൾ വിശേഷിച്ച് ഗണേശ ചതുർത്ഥിയുടെ ദിവസം ആരംഭിച്ചു. ബാബ പറഞ്ഞു, ബാബ ഇന്ന് വിശേഷിച്ച് തൻ്റെ പാണ്ഡവരിൽ ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ ഗണപതിക്ക് ഇത്രയും മഹിമയുണ്ട്, ഇത്രയും ശക്തിവാനും ഇത്രയും ധീരനും ബലവാനും എന്ന് പറയുന്നു. ഓരോ മനോകാമനയും പൂർത്തിയാകുന്നു. ഭക്തർക്ക് ഇങ്ങനെയുള്ള വിശേഷ ഭാവന നിലനിൽക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ ഇന്ന് വിശേഷിച്ച് തൻ്റെ സമർപ്പിതരായ കുട്ടികൾ അഥവാ പാണ്ഡവരായി ബാബയുടെ വീട്ടിൽ അഥവാ സേവാസ്ഥാനത്ത് സേവനം ചെയ്യുന്നത്, അവർ ഡബിൾ ശക്തിശാലിയായി ഏതെല്ലാം മായയോ ഏതെല്ലാം പ്രകാരത്തിലുള്ള പരിതസ്ഥിതിയാണോ വരുന്നത് അതിൻ്റെ മേൽ ജയം നേടണം. അതിനോട് തൻ്റെ ധൈര്യം കാണിച്ചു കൊടുക്കണം. ബാബ പറഞ്ഞു, വരാൻ പോകുന്ന സമയത്ത് എത്രയെല്ലാം പരിതസ്ഥിതികൾ ഉണ്ടാകും, എത്രയെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും, എത്രയെല്ലാം ദുഃഖങ്ങളുടെ പർവ്വതം പൊട്ടും. ബാബ വതനത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ അതായത് ഗണപതി കേവലം ഒരാളുടെ മഹിമയല്ല, എന്നാൽ കുട്ടികളായ നിങ്ങളുടെ മഹിമയാണ്. കാരണം കുട്ടികളായ നിങ്ങൾ ബാബയുടേതായി മാറി ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നു. ഇത്രയും ഉയർന്നത് ആകുന്നു, മഹാൻ ആകുന്നു. മറ്റുള്ളവർക്കും അതേ പ്രകാരത്തിലുള്ള പ്രേരണകളും നൽകിക്കൊണ്ടിരിക്കുന്നു, നൽകുകയും വേണം. ബാബ പറഞ്ഞു, ഏതൊരു കാര്യം ആർക്കും ചെയ്യാൻ സാധിക്കില്ലയോ, ലോകത്തിലുള്ളവർക്ക് പോലും ചെയ്യാൻ സാധിക്കില്ലയോ, അത് ബാബയുടെ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾ തീർച്ചയായും ചെയ്ത് കാണിക്കുന്നു. അതിനാൽ ബാബയ്ക്ക് വിശേഷിച്ച് തൻ്റെ കുട്ടികളുടെ മേൽ വളരെയധികം അറ്റൻഷൻ ഉണ്ട്, ശ്രദ്ധയുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും കുട്ടി ദുർബലമായി പോവുകയാണെങ്കിൽ ബാബ അവരിൽ ശക്തി നിറയ്ക്കുന്നു. ഏതെങ്കിലും പ്രകാരത്തിൽ അവരിൽ ബലം നിറയുന്നതിന് വേണ്ടി, ശക്തി നിറയുന്നതിന് വേണ്ടി, ധൈര്യം കൈവിടാതിരിക്കുന്നതിന് വേണ്ടി ബാബ പറഞ്ഞു, അതിനാൽ ഓരോ ബ്രാഹ്മണനായ കുട്ടിയും ഇത് പഠിക്കണം. സമയം എങ്ങനെയുള്ളതാണോ, ദിവസം എങ്ങനെയുള്ളതാണോ, അതനുസരിച്ചുള്ള പുരുഷാർത്ഥം ചെയ്യണം. ആ പുരുഷാർത്ഥത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങൾ എത്ര മഹാനാണ്. ലോകം മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ പ്രാക്ടിക്കലിൽ ലോകത്തിന് മുന്നിൽ തെളിവായി മാറി കാണിക്കൂ. ബാബ തൻ്റെ കുട്ടികളിൽ ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു.
പിന്നെ സഹോദരിമാരുടെയും ഓർമ്മകൾ നൽകി ബാബ പറഞ്ഞു, സഹോദരിമാർ ശക്തികൾ തന്നെയാണ്. ശക്തികളിലും ബാബ ബലം നിറയ്ക്കുന്നു. എന്നാൽ ശക്തികളുടെയും അനേകം രൂപങ്ങളിലുള്ള പൂജയുണ്ട്. ബാബ പറഞ്ഞു, ഓരോരുത്തർക്കും അവരവരുടേതായ മഹത്വം ഉണ്ട്, അവരവരുടേതായ മഹിമയും ഉണ്ട്. അതിനാൽ തൻ്റെ സ്വരൂപത്തെ മുന്നിൽ വച്ച് മറ്റുള്ളവരുടെ മുന്നിലും തെളിവായി മാറി കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഓരോരുത്തരും സ്വയം സങ്കല്പിക്കണം. എല്ലാവരെയും ഈ സങ്കല്പം എടുപ്പിക്കണം. ബാബ ഇത്രയും സന്ദേശം നൽകിയ ശേഷം ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, ബാബയുടെ അടുക്കൽ എല്ലാ സദ്ഗുരുവാർ ദിവസത്തിലും എത്ര വെറൈറ്റി പ്രകാരത്തിലുള്ള ഭോഗ് വരുന്നു. ബാബയുടെ കുട്ടികൾ എത്ര ഹൃദയപൂർവ്വം, എത്ര സ്നേഹത്തോടെ ഉണ്ടാക്കുന്നു, സ്വീകരിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നു. ബാബ പറഞ്ഞു, ഈ ഒരു രീതിയും സംഗമയുഗത്തിൽ നടന്നു വരികയും ചെയ്യുന്നു. ബാബയും കുട്ടികൾ സ്നേഹത്തോടെ അയക്കുന്ന ഭോഗ് സ്വീകരിക്കുന്നു. പിന്നെ ബാബ നിങ്ങളെല്ലാ സഹോദരി സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.